ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബാനർ ആഡ് കാണുന്ന പോലെ എല്ലാവരോടും ഹൈപ്പർ മൈൻ അല്ലെങ്കിൽ ഹൈപ്പർ കോയിൻ ടീം നമ്മളോട് വോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആണ് നിങ്ങളെ ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വോട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്ക്രീനിലെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഒരു അനൗൺസ്മെൻറ്റ് പോലെ ഒരു സിമ്പലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ യുവർ വോട്ട് എന്നും പറഞ്ഞിട്ട് അവരവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ യുവർ വോട്ട് എന്ന് പറയുന്ന പോസ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വരും. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഹാഷ്ടാഗ് ആദ്യമേ നമ്മൾ എല്ലാത്തിനും മുമ്പ് ആദ്യമേ ഈ ഹാഷ്ടാഗ് ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കുക. ഇപ്പം ഞാനിപ്പോൾ കോപ്പി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ട്വിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ട്വിറ്ററും ഉണ്ട്, ടെലിഗ്രാമും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം നമുക്ക് ട്വിറ്റർ നോക്കാം. ഈ ട്വിറ്ററിനകത്ത് ഈ ട്വിറ്ററിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റായി ഓപ്പൺ എന്ന് പറയും. നേരെ ഇത് പോകുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ട്വിറ്റർ പേജിലേക്കാണ് പോകുന്നത്. ഹൈപ്പർ മൈൻ്റെ ട്വിറ്റർ പേജിലേക്കാണ് പോകുന്നത്. ആദ്യമേ ഈ നമ്മൾ കോപ്പി ചെയ്ത് വെച്ച ഹാഷ്ടാഗ് ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനത് രണ്ടാമത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്യാം. ഇപ്പോൾ ആദ്യമേ ഇത് കോപ്പി ചെയ്ത് വെച്ച് ആദ്യമേ നമ്മൾ ഈ പേജിൻ്റെ ആദ്യമേ പോയിട്ട് ഹൈപ്പർ മൈനിൽ പോയിട്ട് നമ്മൾ ഈ പേജിനെ ഫോളോ ചെയ്യുക. ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഫോളോയിങ് എന്നാണ് കാണിക്കുന്നത്. അല്ലാത്തവർക്ക് അവിടെ ഫോളോ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണും. അതിനെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തതിന് ശേഷം ഈ പറയുന്ന ആദ്യത്തെ ലിങ്ക്, അതായത് ഇപ്പം നിങ്ങൾക്ക് നേരത്തെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പോലെ തന്നെ ആദ്യത്തെ ലിങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ആ പേജിലേക്ക് തന്നെ പോകും. വീണ്ടും അതേ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പേജിലേക്ക് പോകും. ഇവിടെയാണ് നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഹാഷ്ടാഗ്. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഹാഷ്ടാഗ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിവിടെ കോട്ട് എടുക്കണം. കോട്ട് എടുത്തിട്ട് ആ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഹാഷ്ടാഗ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ചുമ്മാ ഇങ്ങനെ ഒന്ന് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീപോസ്റ്റ് ചെയ്യുക. റീപോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടണെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റീപോസ്റ്റായി. അപ്പോൾ യുവർ പോസ്റ്റ് വാസ് സെൻഡ് എന്ന് കാണും. ഇവിടെ തൊട്ടിപ്പുറത്ത് നിങ്ങൾ ഒരു ലവ് സിമ്പിൾ പോലത്തെ ഒരു സിമ്പിളുണ്ട്. അതായത് അതിൽ ഞെക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ലൈക്ക് ചെയ്യാം. അത് ലൈക്ക് ബട്ടണാണ്. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ലൈക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റീപോസ്റ്റ്, ഇതിപ്പോൾ അണ്ടു റീപോസ്റ്റ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ റീപോസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇപ്പം അണ്ടു റീപോസ്റ്റ് കൊടുത്തിട്ട് ഞാനിവിടെ ഒന്നുകൂടെ ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും റീപോസ്റ്റ്. ഈ റീപോസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ആ കോട്ട് റീപോസ്റ്റായി. ഇത്രയേ ഉള്ളൂ. എല്ലാം കാണുന്ന പോലെ ഈ സ്ക്രീനിൽ നമ്മളിപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു പേജാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അതിനകത്ത് ഈ പേജ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നിങ്ങൾക്ക് ഷോ ദിസ് പോൾ എന്ന് കാണും. ഈ ഷോ ദിസ് പോളിൽ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുക. ഷോ ദിസ് പോൾ എന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഇവിടെ വോട്ടിംഗ് ആണ്. യെസ് ഐ ആം ഇൻ അല്ലെങ്കിൽ നോ പാസ്. ഇവിടെ ഇപ്പോൾ 98% ആൾക്കാർ ഇപ്പോൾ യെസ് എന്നാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് യെസ് ആണ് യെസ്, നോ ആണ് നോ കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പോർഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ട്വിറ്ററിൽ ചെയ്യാവുന്നത് വളരെ സിമ്പിളാണ്. ഇത് കാണുമ്പോൾ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് പിന്നെ ഒരു ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതും നല്ലതാണ്. കാര്യം ഇനി ഭാവിയിൽ നമുക്ക് പല കോണ്ടസ്റ്റുകളും പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്തൂടെയാണ് ഇനി കമ്പനി നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. കമ്പനി നിങ്ങൾക്ക് ഈ ഒരു ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ടെലിഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ സിമ്പിളാണ്. നിങ്ങൾ തിരിച്ചു വരിക. ഇതേപോലെ തന്നെ ഈ ടെലിഗ്രാം പേജിലേക്ക് വീണ്ടും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് വരും.
ടെലിഗ്രാം അക്കൗണ്ട് ഉള്ളവർ ഇത് ഡയറക്റ്റ് ടെലിഗ്രാമിലേക്കാണ് പോകുന്നത്, അവരുടെ പേജിലേക്കാണ്. അവിടെയും നിങ്ങൾക്ക് ഇത് കാണാം. ഇത് പോൾ എന്ന് പറഞ്ഞിട്ട് കാണാം. ആർ യു എക്സൈറ്റഡ് ഇൻ USDT ഗിവ് അവേ? കാര്യം അടുത്ത വരാൻ പോകുന്ന ഒരു നല്ല ഗിവ് അവേ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും അവർ ഇതുപോലെ പോൾ ചോദിക്കുന്നത്. അപ്പം നമ്മൾ യെസ് കൊടുക്കേണ്ടവർക്ക് യെസ് കൊടുക്കാം, നോ കൊടുക്കേണ്ടവർക്ക് നോ കൊടുക്കാം. അത് അവരവരുടെ ഇഷ്ടം. അപ്പം ഈ 2 കാര്യങ്ങൾ മറക്കാതെ ചെയ്തു വെക്കുക. 2 ദിവസം 3 ദിവസം എനിക്ക് തോന്നുന്നു, ഇന്നും നാളെ വേണ്ടേ ഉള്ളൂ ടൈം തോന്നുന്നു. വോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും ഈ DAO സിസ്റ്റത്തിൽ വോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നമുക്കൊരു വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകുന്നത് എപ്പോഴും വളരെ നല്ലൊരു കാര്യമാണ്. അത് ഭാവിയിലും നമുക്ക് ഒരു വോട്ടിംഗ് റൈറ്റ് ഉള്ള ഒരു സിസ്റ്റത്തിൽ മെമ്പർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രെഡിബിലിറ്റി കൂട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പം ഇത് എല്ലാവരും മറക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ആൾക്കാർ വോട്ട് ചെയ്യുക. സിസ്റ്റത്തിലുള്ള നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ ഇപ്പോൾ ടീം അല്ലാത്തവരും ഈ വീഡിയോ കാണുന്നവരെല്ലാം വോട്ട് ചെയ്യുക, മൈൻഡ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് കാണാം. താങ്ക് യു.